മെസ്സിപ്പടയെ വരവേൽക്കാൻ കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയുന്നു. 70 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും 50,000 പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ സ്റ്റേഡിയം ഒരുക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി. ഫിഫ നിലവാരത്തിൽ തന്നെ സ്റ്റേഡിയം ഒരുക്കും. ഭാവിയിൽ കൂടുതൽ ഫിഫ മത്സരങ്ങൾ നടത്തുന്നതിനും ആലോചനയുണ്ടെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി. ഒന്നാമത്തെ കാര്യം, നമ്മളിന്ന് സ്റ്റേഡിയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയതായിട്ട് റീവാമ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ആ ടീമുകളെല്ലാം 10-ാം തീയതിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ 10-ാം തീയതിക്ക് മുമ്പ് തീർക്കുക എന്നുള്ളതാണ്. റിപ്പോർട്ടർ TV ഇന്ന് തുടങ്ങിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫിഫ റാങ്കിങ്ങിലുള്ള കളികൾ നടക്കാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു വേൾഡ് കപ്പ് നടത്തണമെങ്കിൽ വരെ ഈ സ്റ്റേഡിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ ഇന്ന് കാണുന്ന സ്റ്റേഡിയം ആയിരിക്കരുത് 30 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ടോട്ടൽ സ്റ്റേഡിയം റീവാമ്പ് ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് ഏകദേശം നമ്മളൊരു 2000-ത്തിലധികം ലേബേഴ്സിനെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ഈ വർക്ക് മുഴുവൻ തീർക്കുക എന്നുള്ള ഉദ്ദേശം. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം പുതുക്കിപ്പണിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 70 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്റ്റേഡിയം ഇതാ വരാൻ പോകുന്നത്. തീർച്ചയായും വിനീത, ഈ ഒരു മത്സരം മാത്രമല്ല, അതിനപ്പുറം ഫിഫയുടെ കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ പറ്റുന്ന തരത്തിൽ 70 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഈ കാണുന്ന കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം. GCDയിൽ നിന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ സ്റ്റേഡിയം ഏറ്റെടുത്ത് അതിൻ്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ തരത്തിലുള്ള പിച്ച് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പൂർണ്ണമായും മുഴുവൻ സീറ്റിംഗ് സംവിധാനങ്ങളും മാറ്റി പുതിയത് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങും ഏറ്റവും നൂതനമായ ലൈറ്റിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പവലിയൻ, VVIP പവലിയൻ, VVIP ഗാലറി ഉൾപ്പെടെ ഉണ്ടാകും. ഏതാണ്ട് 50,000-ത്തിലധികം കാണികൾക്ക് മെസ്സിയെയും സംഘത്തെയും നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് ചില വാർത്തകൾ, അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും തള്ളുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറായ ആന്റോ അഗസ്റ്റിൻ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക, അതോടൊപ്പം തന്നെ മറ്റ് GCDയുടെ പ്രതിനിധികളൊക്കെ തന്നെ ചേർന്ന് ഇവിടെ അടിയന്തരമായ യോഗവും ചേർന്നിട്ടുണ്ട്. ഏതായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഒരുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് ഉയർന്നിരുന്ന അഭ്യൂഹങ്ങളാണ്. അതൊക്കെയും തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD തള്ളുന്നു. ഇന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. പുതുക്കിയ പിച്ച് അതൊക്കെ തന്നെയും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല സ്റ്റേഡിയത്തിൽ കൂടുതൽ സുരക്ഷ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും വിനീത, ഇതിൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. VVIP ടിക്കറ്റ് ഇത്ര നിരക്ക് എന്നൊക്കെ പറഞ്ഞ് പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. സാധാരണക്കാർക്ക് കൂടി മെസ്സിയെ നേരിട്ട് കാണാൻ, മെസ്സിയുടെ മത്സരം കാണാൻ സൗകര്യമൊരുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. DGPയുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നത്. അദ്ദേഹം കൊച്ചിയിലുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ സ്റ്റേഡിയത്തിലേക്ക് എത്തി പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇന്ന് നടത്തുകയും ചെയ്യും. കായികമന്ത്രി V. അബ്ദുറഹ്മാനും നേരത്തെ എത്തി ഈ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ ഈ പിച്ച്, പുതിയ അന്താരാഷ്ട്ര തലത്തിലുള്ള പിച്ചാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സീറ്റിംഗ് സംവിധാനവും മാറ്റുന്നുണ്ട്. പൂർണ്ണമായും മുഴുവൻ സീറ്റുകളും മാറ്റും. ഏതാണ്ട് 50,000-ത്തിലധികം പേർക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ മത്സരം നേരിട്ട് കാണാൻ കഴിയും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ലൈറ്റിംഗ് സംവിധാനവും ഏറ്റവും നൂതനമായ ലൈറ്റിംഗ് സംവിധാനമായിരിക്കും ഒരുക്കുക എന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. 70 കോടി രൂപയിലധികം ചെലവിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പണികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 2000-ത്തിലധികം തൊഴിലാളികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ ഈ പ്രവൃത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അത്യാധുനിക സംവിധാനങ്ങൾ, ലോകോത്തര നിലവാരമുള്ള സജ്ജീകരണങ്ങൾ, അതൊക്കെയുമായി 70 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പുതുക്കി പണിയുന്നത്. അർജുൻ മട്ടന്നൂരാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.